ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയോടൊപ്പമുള്ള യാത്രയാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഈ മരിയൻ സന്ദേശം. ഇതെല്ലാവരും കേൾക്കണം, മറ്റുള്ളവർക്കായി ഇത് പങ്കുവയ്ക്കുകയും ചെയ്യണം. അതിലൂടെ അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കട്ടെ. ഇന്ന് അച്ഛൻ പറയാൻ പോകുന്നത് ജപമാലയിലെ ലുത്നിയയെക്കുറിച്ചാണ്. ദിവ്യരഹസ്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ലുത്നിയ ചൊല്ലാറുണ്ട്. ആ ലുത്നിയ, ലിറ്റനി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. അത് ലിത്തെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്. ലാത്തെ ലിത്താനിയ എന്ന ലത്തീൻ പദമാണ്. ഇതിൻ്റെ അർത്ഥം പ്രയർ എന്നാണ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് പെറ്റീഷൻസ് ഓർ സീരീസ് ഓഫ് കംപ്ലയിൻസ് എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ഈ ലുത്നിയയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം തുടങ്ങുന്നത് അവർ ലേഡി ഓഫ് ലൊറേറ്റോ, ഇറ്റലിയിലെ ലൊറേറ്റോ എന്ന സ്ഥലത്തെ ദേവാലയമാണ്. അവിടെ ഒരു വലിയ അത്ഭുതമുണ്ട്. മാതാവിൻ്റെ ഭവനം ആ ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ബസിലിക്കായുടെ കുരിശുയുദ്ധകാലത്ത് അവർ മാതാവിൻ്റെ ഭവനം ആക്രമിക്കും എന്ന് ഭയന്ന് മാലാഖമാര് മാതാവിൻ്റെ ഭവനം ചുമന്ന് കൊണ്ടുവച്ചത് ഈ ലൊറേറ്റോയിലാണ്. അവിടെയാണ് ആ ദേവാലയം, ആ ബസിലിക്ക നിർമ്മിക്കപ്പെടുക. ആ ദേവാലയത്തിൽ ചൊല്ലിയിരുന്നൊരു പ്രാർത്ഥനകളായിരുന്നു ഇത്. 1558 വർഷങ്ങളിൽ ഇത് ചൊല്ലുന്നത് അന്നത്തെ മാർപ്പാപ്പ സിക്സ്റ്റസ് അഞ്ചാമൻ, അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം 1587 ഇത് യൂറോപ്പിൽ മൊത്തം പ്രാർത്ഥനയായി ചൊല്ലണമെന്നാണ്. ഇത് ചൊല്ലിയിരുന്നത് ഇങ്ങനെയാണ്: ക്ലർജി ഒരു പ്രാർത്ഥന നടത്തും, അതിന് മറുപടിയായി റെസ്പോൺസായി ദൈവജനം നൽകും. അതങ്ങനെ ലിറ്റനി എന്ന പേരിലേക്ക് വന്നു. അത് യൂറോപ്പിൽ മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ലത്തീൻ ഭാഷയിലായിരുന്നു ഇത് ചൊല്ലിയിരുന്നത്. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അന്നത്തെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് തോമസ് ക്രാൻബനാണ്. അദ്ദേഹത്തെ നമുക്കറിയാം. ഹെൻറി എട്ടാമൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് എതിരെ അനിബോളിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ, ഭാര്യയുള്ളപ്പോൾ വിവാഹം ചെയ്യാൻ കത്തോലിക്കാ സഭ അനുവദിക്കാതിരുന്നപ്പോൾ അതിനെതിരെ നിന്നതുകൊണ്ട് രക്തസാക്ഷിത്വം, വിശുദ്ധ തോമസ് മൂറിനെ പോലെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. പിന്നീട് അത് നമ്മുടെ ജപമാലയോട് ചേരുകയായിരുന്നു. ഈ ലുത്നിയ, അത് ലിറ്റനി, ലിത്താനിയ, ലിത്തെ എന്നുള്ള പല പേരുകളിൽ അറിയപ്പെടുന്നതാണ്. ഇത് നമ്മൾ ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള പെറ്റീഷൻസാണ്, അപേക്ഷകളാണ്, പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രാർത്ഥന എന്നാണ്. ഇതിൽ പല മാർപ്പാപ്പമാർ പലതരത്തിൽ പലതും ആഡ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലൊക്കെയും ഏതൊക്കെ മാർപ്പാപ്പമാർ ഏതൊക്കെ പ്രാർത്ഥനകളാണ് ലുത്നിയയിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്നാണ് അച്ഛൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലുത്നിയ അത് സീരീസ് ഓഫ് പെറ്റീഷൻസ്, എ സീരീസ് ഓഫ് കംപ്ലയിൻസ് ഓർ പ്രയർ എന്നൊക്കെയാണ് ഈ ലിറ്റനി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതിൻ്റെ ആരംഭം ലൊറേറ്റോയിൽ നിന്ന് തുടങ്ങി അത് ക്ലർജി ചെയ്യുന്ന ഒരു പ്രയറും ദൈവജനം കൊടുക്കുന്ന ഒരു റെസ്പോൺസും. അതാണ് നമ്മൾ മാതാവിൻ്റെ ലുത്നിയ ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന റെസ്പോൺസായി പിന്നീട് വരുന്നത്. അപ്പോൾ ഈ ലുത്നിയ അതൊരു വലിയ പ്രാർത്ഥനയാണ്. അമ്മയുടെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായൊരു പ്രാർത്ഥന. ആ ലുത്നി ഇല്ലാതെ എങ്ങനെയാണ് ജപമാല പൂർണ്ണമാകുന്നത്? അപ്പോൾ തീർച്ചയാണ് ലുത്നിയ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ, നമ്മുടെയൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അമ്മയുടെ വിശേഷണങ്ങൾ ചേർക്കപ്പെടുന്നതും അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നതുമായ ലുത്നിയയുടെ മനോഹാരിത, സൗന്ദര്യം അത് വലുതാണ്. അമ്മ ഈ ലുത്നിയ ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.